കണ്ണുകൾ കൊണ്ട് ഓടിക്കാവുന്ന വാഹനം, സ്വയം പാർക്ക് ചെയ്യുന്ന കാർ, ഡ്രൈവറില്ലാത്ത ബസ്, ഇത്തരത്തിൽ നിരവധി അത്ഭുതങ്ങളാണ് ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ലോക കോൺഗ്രസിൽ കാണാനായത്. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന പരിപാടിയിൽ ഗതാഗത രംഗത്തെ നൂതന മാർഗ്ഗങ്ങളും സംവിധാനങ്ങളും അവതരിപ്പിക്കുകയായിരുന്നു. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നായി 500ഓളം പ്രദർശകരാണ് മേളയിൽ പങ്കെടുത്തത്. മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന വാഹനങ്ങളുടെയും ഭാവിയിലെ ഗതാഗത മാർഗങ്ങളുമായിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ലോക കോൺഗ്രസിൽ അവതരിപ്പിച്ചത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ലോകത്തെ 100 രാജ്യങ്ങളിൽ നിന്നായി 500ഓളം പ്രദർശകരാണ് പങ്കെടുത്തത്. വാഹനം ഓടിക്കുന്നതിനിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഏകാഗ്രത നഷ്ടപ്പെടുമ്പോഴാണെന്നത് നമുക്കറിയാം. മനസ്സ് ശരീരവും ഒരുപോലെ ആവശ്യമാണ് വാഹനം ഓടിക്കാൻ. എന്നാൽ ഇനി കണ്ണുകളുടെ ചലനം കൊണ്ട് വാഹനം നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിൻ്റെ മാതൃക ITS-ൽ അവതരിപ്പിച്ചു. വാഹനമൊന്ന് ഏതെങ്കിലും വശത്തേക്ക് തിരിക്കണമെങ്കിൽ കണ്ണുകൾ കൊണ്ട് ആ ദിശയിലേക്ക് നോക്കിയാൽ മതി. This is a driving simulator with your eye. The sensor catch eye movement. ഇന്നും നൂതനമായ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ് ദുബായ്. ഇനി ദുബായ് നിരത്തുകളെ ഭരിക്കുന്ന ബസ്സും ITS-ൽ അവതരിപ്പിച്ചു. വശങ്ങളിലെ കണ്ണാടികളില്ലാതെ ക്യാമറയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബസ്സിന് പ്രത്യേകതകളേറെയാണ്. ഡ്രൈവറെ സദാസമയം നിരീക്ഷിക്കാൻ ബസ്സിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഡ്രൈവറുടെ ശ്രദ്ധയൊന്നു മാറിയാൽ വിവരം അധികൃതർക്ക് ലഭിക്കും. കയറുന്നവരുടെ ഇറങ്ങുന്നവരുടെ എണ്ണമെടുത്ത് തത്സമയം തന്നെ കൈമാറാനുള്ള നൂതന മാർഗങ്ങളും ബസ്സിലുണ്ട്. മിറർലെസ് സിസ്റ്റമാണ്. എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിത്ത് ക്യാമറാസ് ആണ്, ഇൻക്ലൂഡിങ് ബ്ലൈൻഡ് സ്പോട്ട്. ITS ഇംപ്രൂവ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ APC ഓൾ പാസഞ്ചർ കൗണ്ടിങ് സിസ്റ്റം ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫ്ലീറ്റിലുള്ളത് ഇൻഫ്രാറൈസ് വെച്ചിട്ടാണ്. ഇത് ക്യാമറ ബേസ്ഡ് സിസ്റ്റമാണ്. സോ എത്ര പാസഞ്ചർ കയറുന്നു ഇറങ്ങുന്നു എന്നുള്ളത് അത് റെക്കോർഡിങ്ങും ചെയ്യും, അത് സെയിം ടൈം കൗണ്ടിങ്ങും ചെയ്യും, നമുക്കവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്ത ഇംപ്രൂവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഫാറ്റിക് സിസ്റ്റം എന്ന് പറയും. ഡ്രൈവർ അബ്നോർമലായിട്ട് കുറച്ച് സമയം ഇടത്ത് വശത്തോട്ടോ വലത് വശത്തോട്ടോ നോക്കിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ അലേർട്സ് വരും, ഡ്രൈവർക്ക് കാണാൻ പറ്റും. ഡ്രൈവർ സ്മോക്ക് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുക, ഡിസ്ട്രാക്ട് ആവുക, ഡ്രൈവർ ബിഹേവിയർ അത് നമുക്ക് ലൈവ് അവിടെ വേണേൽ കാണാൻ പറ്റും. അതിൻ്റെ ഡാറ്റാസ് അതിൽ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർഡ് ആയിരിക്കും. സ്വയം നിയന്ത്രിക്കുന്ന വാഹനങ്ങളുടെ യുഗമാണ് വരാൻ പോകുന്നത്. മറ്റൊരിടത്തു നിന്ന് നിയന്ത്രിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സാങ്കേതികവിദ്യയും ITS-ൽ കാണാനായി. ജപ്പാനിൽ നിന്നുള്ള കമ്പനിയാണ് ഈ സാങ്കേതികവിദ്യയ്ക്ക് പിന്നിൽ. This is a remote control valet parking system concept, and you can drop off your vehicle and hand it to the remote control center, and he or she will control your vehicle, and you will enjoy during that time you will enjoy your shopping or sightseeing, something like that. And when return back, you call the vehicle, and the remote control center will bring back your vehicle to you. ദുബായിയുടെ ജലഗതാഗതത്തിന്റെ മുഖമാണ് അബ്രകൾ. എമിറാത്തി പാരമ്പര്യം നിറഞ്ഞു നിൽക്കുന്ന ജലയാനം. അബ്രകളും മാറുകയാണ്. കാർബൺ ഫൈബറിൽ നിർമ്മിച്ച് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അബ്രകളും പ്രദർശനത്തിൽ ഇടം പിടിച്ചു. ആക്ച്വലി ഇത് അബ്ര റീപ്ലേസ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് കാർബൺ ഫൈബർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ലെസ് വെയിറ്റ് ആയതുകൊണ്ട് ഇത് ഹൈലി സ്പീഡ്, കാർബൺ എമിഷൻ ഇതെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് മെയിൻ ഇതിൻ്റെ ഫംഗ്ഷൻ. പാർട്ട് ഓഫ് സസ്റ്റൈനബിലിറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. RTA റിലേറ്റഡ് പ്രോജക്റ്റിന് വേണ്ടി ഇപ്പം നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതാണ്. പ്രദർശനത്തിലെ മറ്റൊരു താരം കുഞ്ഞൻ ബസ്സായിരുന്നു. ഡ്രൈവറില്ലാതെ ഓടുന്ന ബസ്. ബസ്സിന്റെ മുന്നിലും പിന്നിലുമായി ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളാണ് പ്രവർത്തനത്തിന്റെ പ്രധാന ഘടകം. പൂർണ്ണമായി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബസ്സിന് ഏത് റോഡിലും സഞ്ചരിക്കാൻ കഴിയും. Will drive on every normal road. It has
It has LiDAR sensors for understanding what's happening around there. So if you have something in the front, it will just come to a stop and it can drive past obstacles. ഗതാഗത രംഗത്തെ ഭാവിയിലേക്കുള്ള സഞ്ചാരമായിരുന്നു ITS. വരുന്ന നാളുകൾ അത്ഭുതത്തിൻ്റെതാകുമെന്ന് ഉറപ്പാണ്.